ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിയിൽ നിന്നൊരു സീഡ് കളക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഡബിൾ പെറ്റൽസിൻ്റെ വെറൈറ്റിയാണിത്. ഇത് നേരത്തെ എനിക്ക് സിംഗിൾ പെറ്റൽസിൻ്റെ ഒരു വെറൈറ്റിയിൽ സീഡ് ഉണ്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് വിളവ് ആകുന്നതിന് മുമ്പ് അതിൻ്റെ തണ്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാനത് കളക്ട് ചെയ്തിട്ട് പാകിയിരുന്നു. പാകി അത്ര നല്ല സീഡായിട്ട് എനിക്ക് തോന്നിയില്ല. ചിലതൊക്കെ ഇങ്ങനെ ഞെങ്ങ് കൊള്ളുന്നതായിട്ട് തോന്നിയിരുന്നു. എന്നിട്ട് ഞാനത് കിളിക്കുമെന്ന് വിചാരിച്ചല്ല പാകിയത്, പക്ഷേ അത് മൊത്തം കിളിർത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് നാട്ടിൽ പോകേണ്ടി വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് കൈ കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ അവർ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ കുഞ്ഞു തൈയായിരുന്നു, അങ്ങനെ ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കുറച്ച്. എങ്കിലും തിരിച്ച് വന്നപ്പോൾ 3-4 തൈകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പുഴു അത് കയറി മൊത്തം തൈ കടിച്ച് തിന്ന് തീർത്ത്. അങ്ങനെ അത് മൊത്തം എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ആ സിംഗിൾ വെറൈറ്റിയുടെ മെയിൻ പ്ലാന്റും, അതായത് നമ്മുടെ മദർ പ്ലാന്റും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ബ്ലാക്ക് ആയിരുന്നു, ഡാർക്ക് മെറൂൺ കളർ, ബ്ലാക്ക് എന്ന് പറയുമല്ലോ. അപ്പോൾ ആ ഡാർക്കായിട്ടുള്ള സിംഗിൾ പെറ്റലിൻ്റെ വെറൈറ്റി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റൂട്ടും ചീഞ്ഞു പോയി. അങ്ങനെ അതിനെ എനിക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ പ്ലാന്റും പോയി, സീഡ്ലിങ്ങും കിട്ടിയിട്ട് അതും എനിക്ക് നല്ലതുപോലെ ആക്കിയെടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇതിപ്പം ഹൈബ്രിഡിൻ്റെ ഡബിൾ പെറ്റൽസിൻ്റെ വെറൈറ്റിയാണ്. അതിൽ നിറയെ വിത്തുകളുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരു സീഡ് പോഡ് പൊട്ടിച്ചെടുത്ത് സീഡെല്ലാം കളക്ട് ചെയ്തെടുത്ത് ഞാൻ കരുതി ഇന്ന് തന്നെ പാകാമെന്ന് കരുതി എടുത്തതാണ്. പക്ഷേ സീഡ് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് പാകാൻ തോന്നി. കുറച്ചൊരു വെറ്റ്, നല്ല അതിന് പറയുന്നത്, കുറച്ച് സോഫ്റ്റായിട്ടിരിക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് വെച്ചിട്ട് നാളെ പാകാമെന്ന് വിചാരിച്ചു. പാകാനായിട്ട് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് ബോക്സും മണ്ണും എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടാണ് സീഡ് പൊട്ടിച്ചത് തന്നെ. പിന്നെ അതിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് ഞാനെല്ലാം കളക്ട് ചെയ്ത് ഏകദേശം എനിക്ക് 75ഓളം സീഡ്സ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം സെറ്റപ്പാക്കി കൊണ്ടുവന്നതാണ്. ട്രേ ഒരു ബോക്സിൽ ഹോളൊക്കെ ഇട്ട് പാകാനായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ ഇനി നാളെ പാകുന്നുള്ളൂ. ഇത്രയും സീഡുണ്ട്. ഇതിൻ്റെ കുഞ്ഞ് സീഡാണ് കേട്ടോ. സാധാ നമ്മുടെ നാടൻ ചെടിയുടെ വിത്തിൽ കുറച്ചുകൂടെ വലിപ്പമുണ്ട്, നീളമുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ സീഡിന്. പക്ഷേ ഇതിൻ്റെ കുഞ്ഞ് വിത്തായിട്ടാണ് എനിക്ക് നേരത്തെ കിട്ടിയ വിത്തും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കുഞ്ഞു വിത്താണ്. പിന്നെ ഇതെൻ്റെ 2-3 വെറൈറ്റി ഉണ്ട്. മദർ പ്ലാന്റ് 3-4 വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഈ ഗ്രാഫ്റ്റിംഗ് പോർഷന് താഴെ നിന്ന് കുഞ്ഞു ഗ്രോത്ത് വരുമ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വിടുമായിരുന്നു. അപ്പോൾ ഒരു ചെടിയിൽ ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തത്. കുറച്ച് മുകളിൽ നിർത്തി കട്ട് ചെയ്യും. അപ്പോൾ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ കോഡെക്സ് നല്ല വെയിൽ കാരണം ചീഞ്ഞു പോയതാണ്. ചീഞ്ഞതല്ല, ഒരുപാട് അങ്ങ് ഡ്രൈ ആയിപ്പോയി. പിന്നെ അത് കറക്റ്റ് അതിൻ്റെ സ്റ്റേജിലേക്ക് വരുന്നില്ല. ഇനി അതങ്ങനെ വരുമെന്ന് തോന്നുന്നില്ല. നല്ലൊരു 2-3 ദിവസം ഇങ്ങനെ വെയിൽ കൊണ്ട്, അപ്പോൾ ആ സമയത്ത് ഞാൻ വെള്ളം ഒഴിക്കാതെ പറ്റിയതാണ് അങ്ങനെ. പിന്നെ വേറെ ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട് എൻ്റെ കയ്യിൽ. അതിൽ ഇതുപോലെ സൈഡിൽ നിന്ന് ഗ്രോത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ കോഡക്സിനോട് ചേർത്ത് അതിനെ കട്ട് ചെയ്തിട്ട് മെഴുക് ഉരുക്കി ഒഴിച്ച്. പക്ഷേ ഇത് ഈ നല്ല കൊടും ചൂടായ സമയത്തുണ്ടല്ലോ, ആ മെഴുക് ഇങ്ങനെ ചെറുതായിട്ട് ഉരുകുന്നത് പോലെ എനിക്ക് തോന്നി. ഉരുകിയിട്ട് അതിലെല്ലാം ഒലിച്ചിറങ്ങി ഒരുമാതിരി കോഡക്സൊക്കെ വല്ലാതിരിക്കുന്നു. ഇനി അതിനെന്തെങ്കിലും ഡാമേജ് പറ്റുമോയെന്നറിയില്ല. ഈ അവസ്ഥയിലാണിപ്പോൾ അത് കേട്ടോ. അവിടെ എല്ലാം ഒരു എണ്ണമയം പോലെ തോന്നുന്നുണ്ട് ആ കോഡക്സിൻ്റെ ഭാഗത്തെല്ലാം. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് സ്റ്റെം കട്ടിങ് എടുത്ത് എനിക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കണം. ഗ്രാഫ്റ്റിങ്ങിൻ്റെ ടൈം കുറച്ച് കഴിഞ്ഞെന്ന് തോന്നി. ഇനിയിപ്പോൾ മഴയ്ക്ക് മുമ്പ് അത് ചെയ്തെടുക്കേണ്ടതായിരുന്നു. ഞാൻ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഇല്ലാത്ത കാരണം ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കിട്ടിയതിന് ശേഷം എനിക്ക് 2 ചെടികൾ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.